വെൽക്കം ടു CC Plus. എൻ്റെ പേര് അശ്വതി. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ 9th CBSEയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നമ്പർ സിസ്റ്റംസ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി പോരുവാണ്. എല്ലാവർക്കും സ്കൂളിലൊക്കെ ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ ഓൾറെഡി. 9th എന്ന് പറയുമ്പോൾ നമുക്ക് വെക്കേഷൻ മുമ്പ് തന്നെ തുടങ്ങുന്നതാണ്. അപ്പോൾ ടൈപ്സ് ഓഫ് നമ്പേഴ്സ് അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഏതൊക്കെ ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്? ആദ്യം നമ്മൾ പഠിച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ഏതാണ്? കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ പറയും അല്ലേ? നാച്ചുറൽ നമ്പേഴ്സ്. ഏതൊക്കെയാണ് ഈ നാച്ചുറൽ നമ്പേഴ്സിൽ വരുന്നത്? നമുക്ക് എണ്ണാനുള്ള നമ്പേഴ്സ് 1, 2, 3, 4 എക്സെട്ര. ഇതൊക്കെയാണ് നാച്ചുറൽ നമ്പേഴ്സിന്റെ ഇൻസൈഡ് വരുന്നത്. ദെൻ what is the next type of number? എന്താണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്? We include one extra number and it is known as, now the number is known as whole numbers അല്ലേ? നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത നമ്പർ ഏതാണ്? 0. നമുക്ക് 0 എന്ന് പറയുന്ന അല്ലേ, empty, nothing എന്നൊക്കെ കാണിക്കേണ്ട ആവശ്യം വന്നപ്പോൾ we included one more number 0 and now it is known as whole numbers. ഇനി ഇതിനൊരു ഡിനോട്ട് ചെയ്യുന്നൊരു വേ ഉണ്ടല്ലേ, റെപ്രസെന്റേഷൻ ഉണ്ട്. വാട്ട് ഇസ് ഇറ്റ്? നാച്ചുറൽ നമ്പർ ഇസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ N. ഓക്കെ, ആൻഡ് ഹോൾ നമ്പർ ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ W. W വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൗണ്ടിങ്ങിനുള്ള നമ്പേഴ്സ് ആയി, empty കാണിക്കാനുള്ള നമ്പേഴ്സ് ആയി, പിന്നെ ഡെപ്റ്റ് അല്ലെങ്കിൽ ഭയങ്കര ലോ, ടു ലോ എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നമ്പറും കൂടെ ഇൻക്ലൂഡ് ചെയ്തു. വാട്ട് ഇസ് ഇറ്റ്? നെഗറ്റീവ് നമ്പർ അല്ലെ, നെഗറ്റീവ് നമ്പറും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. നൗ വാട്ട് ഇസ് ഇറ്റ് കോൾഡ്? നൗ ഇറ്റ് ഇസ് നോൺ ആസ് ഇന്റീജേഴ്സ് അല്ലെ. ഏതൊക്കെയാണ് നമ്പേഴ്സ് ഉള്ളത്? കുറേ നെഗറ്റീവ് നമ്പേഴ്സ് ഇവിടെ ഉണ്ട്. അവിടെ നമുക്ക് പറയാം -3, -2, -1 വന്നിട്ട് 0യിലേക്ക് പോകും. പിന്നെ പോസിറ്റീവ് നമ്പേഴ്സും ഉണ്ട് അല്ലേ, 1, 2, 3 എക്സെട്ര. സോ നമ്മുടെ നെഗറ്റീവ്, 0 ആൻഡ് പോസിറ്റീവ് ടുഗദർ വി കോൾ ഇറ്റ് ഇന്റീജേഴ്സ് അല്ലെ. ഇന്റീജേഴ്സിന്റെ റെപ്രസെന്റേഷൻ എന്താണ്? എന്തുകൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്? ഇന്റീജർ വി റൈറ്റ് ഇറ്റ് ആസ് Z. ഇപ്പോൾ പലരും Z എന്നും പ്രൊനൗൺസ് ചെയ്യും അല്ലേ. നമ്മൾ കുഞ്ഞിലേക്ക് ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത് Z എന്നാണ്, പക്ഷെ ഇപ്പോൾ പലരും Z എന്നാണ് അതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ Z or Z അതിനെയാണ് നമ്മൾ ഇന്റീജേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, so N for natural numbers, W for whole numbers. So what is Z or Z? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. എന്താണ് നമ്മൾ Z എഴുതുന്നത്? I അല്ലേ വരേണ്ടത്? Why? നമുക്ക് എന്താ പറയാ, എല്ലാ കാര്യങ്ങളും നമുക്ക് വേൾഡ് വൈഡ് ആണെന്ന് പറയാം അല്ലെ. ഒരിക്കലും ഒരു കൺട്രിയിലോ ഒരു ഭാഷയിലോ ഒതുങ്ങി നിൽക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നു ഒന്നും. മാത്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഇംഗ്ലീഷുകാർ മാത്രമല്ല യൂസ് ചെയ്യുന്നത് അല്ലെ. പല രാജ്യത്തിലുള്ള ആൾക്കാരുണ്ടാകും. ഇപ്പൊ ഫ്രാൻസിലുള്ള മാത്തമാറ്റീഷ്യൻസ് ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ റഷ്യക്കാരുണ്ടാകാം, അല്ലെങ്കിൽ ജർമ്മൻസ് ഉണ്ടാകാം, ഇന്ത്യക്കാരുണ്ട് അല്ലെ. അപ്പൊ മാത്തമാറ്റീഷ്യൻസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് പല സ്ഥലങ്ങളിലുള്ളവരാണ്. അപ്പൊ അവര് കണ്ടുപിടിക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഓണർ ചെയ്തൊക്കെ ആയിരിക്കും നമ്മൾ പേരിടുന്നത്. സോ Z എന്ന് പറയുന്നത്, Z കംസ് ഫ്രം Zahlen. Zahlen means numbers ആണ് കേട്ടോ. Zahlen means numbers ആണ്. This is a German word. പിന്നെ ആരെങ്കിലും എന്തുകൊണ്ട് നമ്മൾ ഈ നമ്പർ ഇത് ഉപയോഗിക്കുന്നു, ഈ റെപ്രസെന്റേഷൻ ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം കേട്ടോ, Zahlen ആണ്. Zahlen means numbers ആണ് കേട്ടോ. സോ മേ ബി ജർമ്മനിയിൽ നിന്നായിരിക്കും വന്നിരിക്കുന്നത് അല്ലേ. ഓക്കെ, ഇന്റീജേഴ്സ് വരെ ആയി. നെക്സ്റ്റ് ആണ് നമുക്കിനി വേണ്ട നമ്പർ. വാട്ട് ടൈപ്പ് ഓഫ് നമ്പർ ഇസ് ഇറ്റ്? റാഷണൽ numbers. Rational numbers. ഓക്കെ, എന്താണ് റാഷണൽ നമ്പേഴ്സ്? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, കുറച്ചുകൂടെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് പഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഫ്രാക്ഷൻ എന്നാണ്. ഫ്രാക്ഷൻസ് were always positive, but here we include negative numbers as well, so we call it rational numbers. Okay, അപ്പോൾ എന്താണ്? ഫ്രാക്ഷൻ തന്നെയാണ്, including the negative side as well. Okay, അപ്പൊ എന്താണ് ഫോം? ഇതിന്റെ ഡെഫിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇത് P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന ഒരു നമ്പർ ആയിരിക്കും. P/Q എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു റെപ്രസെന്റേഷൻ മാത്രമാണ്. P and Q will be
റീപ്ലേസ്ഡ് വിത്ത് നമ്പേഴ്സ്. ഉറപ്പായിട്ടും അതിന് പകരം നമ്പേഴ്സ് വരും കേട്ടോ. ജസ്റ്റ് അവർ മുകളിലും താഴെയും ഒരു നമ്പർ ഉണ്ടെന്ന് കാണിക്കാൻ മാത്രമാണ് p/q പറയുന്നത്. യു ക്യാൻ ഓൾസോ സേ a/b എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. v/q എന്ന് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ വേറൊരു ടെക്സ്റ്റ് എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ അവിടെ x/y എന്നായിരിക്കാം കൊടുത്തിരിക്കുന്നത്, a/b എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. സോ എന്ത് റെപ്രസെൻറ്റേഷനും ആകാം, ഒരു ന്യൂമറേറ്റർ ഉണ്ട് ഒരു ഡിനോമിനേറ്റർ ഉണ്ട് എന്ന് മാത്രമേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ആൻഡ് ഇത് രണ്ടും എന്തായിരിക്കും? they will be integers. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, which means negative numbers can be included. ഇത് രണ്ടും എന്തായിരിക്കാം? integers ആയിരിക്കാം കേട്ടോ. രണ്ടും integers ആയിരിക്കും. ആൻഡ് വൺ മോർ കണ്ടീഷൻ നമ്മൾ പറയുന്നുണ്ട് ഇവിടെ. നമ്പറിന്റെ കേസിൽ വൺ മോർ കണ്ടീഷൻ പറയുന്നത് q നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, പലർക്കും ഇപ്പോഴും കൺഫ്യൂഷൻ ഉള്ള കാര്യമായിരിക്കും. q is possible somewhere in the numerator or denominator എന്നുള്ളത് ഇപ്പോഴും കൺഫ്യൂഷൻ ഉള്ള കാര്യമായിരിക്കും. 0 is possible in the numerator. 0/5 എന്ന് പറയുന്നത് 0 ആണ്. 5/0 എന്ന് പറയുന്നത് this is not defined ആണ്. not defined ആണ്. സോ 0യെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ 0 തന്നെയാണ്. എനി നമ്പർ ഡിവൈഡഡ് ബൈ 0 നമ്മൾ ഇതുവരെ അത് ചെയ്യാനായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. സ്റ്റിൽ നോട്ട് ഡിഫൈൻഡ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇതുവരെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാനുള്ളത് ഇല്ല. സോ 0 is allowed in the numerator but not in the denominator. മറന്നു പോയത് കേട്ടോ. അപ്പോൾ ഇത്രയുമായി. പിന്നെ ഒരു കണ്ടീഷൻ കൂടെ അവിടെ പറയുന്നുണ്ട്. എന്താണ്? ഇതിന് പിയും ക്യൂവും ഇതിന് കോ പ്രൈം എന്ന് നമ്മൾ പറയും അല്ലെ. കോ പ്രൈം മീൻസ് എന്താണ്? പഠിച്ചിട്ടുണ്ട് നിങ്ങൾ, 7th പഠിച്ചിട്ടുള്ള ഒരു ടേം ആണ്. വാട്ട് ഇസ് കോ പ്രൈം? കോ പ്രൈം മീൻസ് there is no other common factor other than 1. 1 ഒഴികെ വേറെ ഒന്നും കൊണ്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു നമ്പർ. അതായത് 6/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോ പ്രൈം ആണോ? It is not, because രണ്ടിനെയും റെഡ്യൂസ് ചെയ്ത് you can write it as 3/4 അല്ലേ. 3/4 എന്ന് എഴുതാൻ പറ്റും. സോ സിംപ്ലസ്റ്റ് ഫോം ആണ് എന്ന് നമുക്ക് ഒന്നെങ്കിൽ പറയാം, അല്ലെന്നുണ്ടെങ്കിൽ കോപ്രൈം ആണെന്ന് പറയാം. വിച്ച് മീൻസ് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഒരേ ഒരു ഫാക്ടർ ഉണ്ടാവുള്ളൂ, ഒരേ ഒരു കോമൺ ഫാക്ടർ ഉണ്ടാവുള്ളൂ 1. വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ വീണ്ടും ചെറുതാക്കാൻ പറ്റും. സോ കോപ്രൈം എന്നൊരു കണ്ടീഷൻ കൂടെ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ റാഷണൽ നമ്പേഴ്സ് എന്താണെന്ന് എല്ലാവർക്കും ക്ലിയർ ആയോ? ആൻഡ് വൺ മോർ, റാഷണൽ നമ്പേഴ്സ് എക്സാമ്പിൾ നമുക്ക് പറയാനാണെങ്കിൽ -2/3, ഓക്കെ, 1/4. ഇനി നമ്പേഴ്സ് വേണമെങ്കിൽ പറയാം. നമ്മുടെ നോർമൽ നാച്ചുറൽ നമ്പേഴ്സ് പറയാം, ഇൻറ്റീജേഴ്സ് പറയാം. ഓക്കെ, -7 അല്ലെങ്കിൽ +4, ഇതൊക്കെ റാഷണൽ നമ്പേഴ്സ് ആണോ? ഇതൊക്കെ റാഷണൽ നമ്പേഴ്സ് ആണ് കേട്ടോ. എന്താണ് അപ്പോൾ ഇതിന് ഡിനോമിനേറ്റർ ഇല്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഇസ് ഇൻ ദ ഡിനോമിനേറ്റർ? ഇവിടെ ഒരു അൺസീൻ ഡിനോമിനേറ്റർ ഉണ്ട്, ദാറ്റ് ഇസ് 1. ഓക്കെ, വി ക്യാൻ ഗിവ് 1 ഇൻ ദ ഡിനോമിനേറ്റർ ആൻഡ് ഇറ്റ് വിൽ നോട്ട് മേക്ക് എനി ചേഞ്ച് അല്ലേ. 7/1 അല്ലെങ്കിൽ -7/1 ഇസ് -7. 4/1 ഇസ് 4. ഇനി ഇതിന് നമുക്ക് പിക്ടോഗ്രാഫിക് ആയിട്ട് ഒന്ന് പറയാം അല്ലേ. ഇതൊക്കെ ഡിഫറെൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കുറച്ച് കോമൺ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നൊരു വേ ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ്. അത് നമ്മൾ ആദ്യം എഴുതുകയാണ് കേട്ടോ. നാച്ചുറലിൽ എന്തൊക്കെ ഉണ്ടാകും? 1, 2, 3 എക്സെട്ര കൗണ്ടിങ് നമ്പേഴ്സ് വരും അല്ലേ. ഹോൾ നമ്പറോ? ഹോൾ നമ്പർ ഈസ് ഔട്ട്സൈഡ് നാച്ചുറൽ നമ്പർ. ഓക്കെ, അപ്പം എന്താണ്? കംപ്ലീറ്റ് നാച്ചുറൽ നമ്പർ ഹോൾ നമ്പറിലുണ്ട്, എക്സ്ട്രാ ഒരാൾ കൂടെ ഉണ്ട്, അതാരാണ്? 0 ആണ്. അപ്പം എന്താണ്? നാച്ചുറൽ നമ്പർ ഈസ് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ഹോൾ നമ്പർ. അപ്പം നാച്ചുറൽ നമ്പർ ഹോൾ നമ്പർ ആണോ എന്ന് ചോദിച്ചാൽ അതെ, നാച്ചുറൽ നമ്പർ മുഴുവൻ ഹോൾ നമ്പറിനകത്തല്ലേ, അപ്പം നാച്ചുറൽ നമ്പർ ഹോൾ നമ്പർ ആണ്. പക്ഷെ ഹോൾ നമ്പർ എല്ലാം നാച്ചുറൽ നമ്പർ ആണോ എന്ന് ചോദിച്ചാലോ അല്ല, കുറച്ചൊക്കെ എക്സെപ്റ്റ് 0 ഒഴികെ ബാക്കിയെല്ലാം ഓക്കെ എന്ന് നമുക്ക് പറയാം. ഇനി വീണ്ടും കൂട്ടി വെക്കുകയാണ് കേട്ടോ, ഒന്നും നമ്മൾ മാറ്റി വെക്കുന്നില്ല, എല്ലാം ഒന്ന് ഇൻസൈഡ് ദ അതർ ആണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് ഇൻറ്റീജേഴ്സ്. അപ്പം എന്ത് വരും? നെഗറ്റീവ് നമ്പേഴ്സ് കൂടെ ഇവിടെ വരും. സോ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹോൾ നമ്പേഴ്സും നാച്ചുറൽ നമ്പേഴ്സും ദേ ആർ സ്റ്റിൽ ഇൻസൈഡ് ദ ഇൻറ്റീജേഴ്സ്. അവരെവിടെയും പോയിട്ടില്ല, ദേ ആർ ഇൻക്ലൂഡഡ് ഇൻ ദി ഇൻറ്റീജേഴ്സ്. വി ആർ ജസ്റ്റ് എക്സ്പാൻഡിങ് ഇറ്റ്. ഓക്കെ, ഇനി റാഷണൽ നമ്പേഴ്സ് നോക്കിയാൽ നമ്മൾ പറഞ്ഞു -7ഉം 4ഉം ഒക്കെ എന്ത് തന്നെയാണെന്ന് പറഞ്ഞു, ഇതൊക്കെ റാഷണൽ നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു. ഇതിനെയൊക്കെ ഡിനോമിനേറ്ററോട് കൂടി നമുക്ക് എഴുതാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു. വിച്ച് മീൻസ്
നമ്മൾ ഇതുവരെ പഠിച്ച കംപ്ലീറ്റ് ഇൻറ്റീജേഴ്സ് എന്തിന്റെ ഉള്ളിൽ വരുന്നതാണ്? Rational numbers, and the representation is Q. And next question, what is Q? Why Q? R അല്ലേ വരേണ്ടത് rational numbersന്. നമ്മൾ ആറിന് വേറൊരു നമ്പർ പറയുന്നുണ്ട്. R is real number. നിങ്ങൾ ഇപ്പോൾ പഠിച്ചിട്ടില്ല, നിങ്ങൾ പിന്നീട് അത് പഠിക്കും. R is real number. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഈ Q? റാഷണൽ നമ്പർ നമ്മൾ പറഞ്ഞു 8/4 എന്ന് എഴുതി കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 2 അല്ലേ? ഒരു ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിവിഷൻ തന്നെയാണ് അല്ലേ? റാഷണൽ നമ്പേഴ്സ് അപ്പോൾ എന്താണ്? ഡിവിഷൻ തന്നെയാണ്. ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നതിൻ്റെ ആൻസർ എന്താ നമ്മൾ വിളിക്കുന്നത്? 8/4. ആൻസർ ഇസ് 2. അതെവിടെയാണ് വരുന്നത്? ഇറ്റ്സ് ഓൺ ദി ടോപ്പ് അല്ലേ? നമ്മൾ അതിനൊരു പേര് പഠിച്ചിട്ടുണ്ടല്ലോ. വാട്ട് ഇസ് ഇറ്റ്? This one, it is known as quotient. ഓർമ്മയുണ്ടോ ഈ പേര്? അപ്പോൾ Q എവിടെ നിന്ന് വന്നെന്ന് ക്ലിയർ ആയോ? ഡിവിഷന്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണോ ദാറ്റ് ഇസ് quotient, and rational number is represented by Q, which means quotient. കാരണം റാഷണലിൽ നമ്മൾ ഫ്രാക്ഷൻ മീൻസ് ഡിവിഷൻ ആണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലൂപ്പ് ഓർത്ത് വയ്ക്കുക. എല്ലാ റാഷണൽ നമ്പേഴ്സും ഇൻറ്റീജേഴ്സ് ആണോ എന്ന് ചോദിച്ചാൽ നോ. കാരണം കുറച്ച് ഫ്രാക്ഷൻസ് ഒക്കെ നമുക്ക് എക്സ്ട്രാ വരും അല്ലേ? മേ ബി 9/10 എന്നൊക്കെ പറയുന്നതൊക്കെ നമുക്ക് ഫ്രാക്ഷൻസ് ആണ്. ഇതൊന്നും ഇൻറ്റീജേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതല്ല. പക്ഷെ ഇൻറ്റീജേഴ്സ് കംപ്ലീറ്റ് റാഷണൽ നമ്പേഴ്സിൽ വരുന്നതാണ് കേട്ടോ. അകത്തതെല്ലാം കംപ്ലീറ്റ് പുറത്തതിലുള്ളതാണ്. പക്ഷെ പുറത്തത് കംപ്ലീറ്റ് അകത്തതിൽ വരണമെന്ന് നിർബന്ധമില്ല. ഈ ലൂപ്പായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇനിയും നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ചതിനെ ബേസ് ചെയ്താണ് നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ വരുന്നത്. നോക്കിയാലോ. Are the following statements true or false? Give reasons for your answers. Okay, true or false ആണോ? അതിനുള്ള റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. Every whole number is a natural number. ആണോ? എല്ലാ ഹോൾ നമ്പർ ഇപ്പോഴത്തെ ആ ലൂപ്പ് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എല്ലാ ഹോൾ നമ്പറും നാച്ചുറൽ നമ്പർ ആണോ? നോ അല്ല. എന്താണ് എക്സ്ട്രാ വരുന്നത്? സീറോ ഇസ് എ ഹോൾ നമ്പർ. റീസൺ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ സീറോ ഇസ് എ ഹോൾ നമ്പർ ബട്ട് നോട്ട് എ നാച്ചുറൽ നമ്പർ. സോ ഒരു എക്സെപ്ഷൻ ഉണ്ട് അവിടെ. ഓക്കെ, സോ ഇറ്റ് ഈസ് ഫോൾസ്. ദെൻ എവറി ഇൻറ്റീജർ ഇസ് എ റാഷണൽ നമ്പർ. എല്ലാ ഇൻറ്റീജറും റാഷണൽ നമ്പർ ആണ്. ആണോ? എല്ലാ ഇൻറ്റീജറും റാഷണൽ നമ്പർ ആണ്. ഇൻറ്റീജർ കംപ്ലീറ്റ് അതിനകത്ത് തന്നെയാണ് അല്ലേ? സോ എന്താണ്? യെസ്, ഇറ്റ് ഈസ് ട്രൂ. ദെൻ എവറി റാഷണൽ നമ്പർ ഇസ് ആൻ ഇൻറ്റീജർ. എവറി റാഷണൽ നമ്പർ ഇൻറ്റീജർ ആണ്. ആണോ? നമ്മളിവിടെ ഓൾറെഡി ഒരു എക്സാമ്പിൾ പറഞ്ഞു അല്ലേ? റാഷണൽ നമ്പറിലുള്ള ഒരെണ്ണം ഇത് ഇൻറ്റീജറിൽ ഉൾപ്പെടുവോ? പറ്റില്ല. സോ ഇറ്റ് ഈസ് ഫോൾസ്. ഓക്കെ, അപ്പോൾ നമ്മളിനി ഇതിൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ് കേട്ടോ. ഫൈൻഡ് 5 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 2. അപ്പോൾ 5 റാഷണൽ നമ്പർ 1ഉം 2ൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ഫ്രാക്ഷൻ ആയിട്ട് 5 എണ്ണം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. 2 മെത്തേഡ് ഉണ്ട്. ഈ ഒരു മെത്തേഡിൽ തന്നെ 2 ഡിഫറെൻറ്റ് രീതിയിൽ ചെയ്യുന്നതുണ്ട്. നമുക്ക് ഫസ്റ്റ് വൺ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ നോർമലി സ്കൂളുകളിൽ ഈ മെത്തേഡ് പഠിപ്പിക്കാറില്ല. നിങ്ങളുടെ ടെക്സ്റ്റിൽ മെൻഷൻഡ് ആണ് കേട്ടോ. 1 and 2 2 നമ്പേഴ്സ് ഉണ്ട്. ആദ്യം ഇവർ ചെയ്യുന്നത് ഇതിൻ്റെ പകുതി കണ്ടുപിടിക്കും. ഇതിൻ്റെ ഇടയ്ക്കുള്ളത് വരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മിഡിലുള്ളത് മതിയാവും അല്ലേ? അപ്പോൾ എന്താകും? 1 + 2 ഡിവൈഡഡ് ബൈ 2. ഹാഫ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി കേട്ടോ. ഈ നമ്പേഴ്സ് രണ്ടും കൂടെ ആഡ് ചെയ്യുക, എന്നിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പോൾ എന്താണ്? 3/2. നിങ്ങൾ ഇത് ഡെസിമലിലേക്ക് മാറ്റിയാൽ 1.5 അല്ലെങ്കിൽ 1.5 എന്നൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഉറപ്പായിട്ടും ഇതിൻ്റെ ഇടയ്ക്കുള്ളതാണ്. അത് നമുക്ക് ഉറപ്പിക്കാം അല്ലേ? അപ്പോൾ നമുക്കിപ്പോൾ 3 നമ്പേഴ്സ് ആയില്ലേ? 1, 3/2 and 2. കണ്ടോ? അപ്പോൾ ഒരു റാഷണൽ നമ്പർ കിട്ടി. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 പേരായിട്ട് എടുക്കും. 1 + 3/2 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എന്താണ്? ഇതിൻ്റെ എക്സാക്ട് മിഡിൽ എന്താണ് അത് നമുക്ക് കിട്ടും. ഇപ്പോഴാണെങ്കിലോ 3/2 + 2 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? LCM എടുക്കാം. ഓക്കെ, അപ്പോൾ എന്താകും? ഇത് 2 + 3/2 ഡിവൈഡഡ് ബൈ 2.
ഇവിടെ 3 പ്ലസ് 4/2 ഡിവൈഡഡ് ബൈ 2. എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായോ? 1നെ നമ്മൾ 1/1 എന്ന് എടുക്കുകയാണ്, ഇതിനെ 2/1 എന്ന് എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാണ്? LCM എടുത്ത് സെയിം ആക്കിയിട്ട് ആഡ് ചെയ്യാണ് കേട്ടോ. ഡിനോമിനേറ്റർ LCM എടുത്ത് സെയിം ആക്കും. അപ്പോൾ ഇവിടെ 2 ആകും പ്ലസ് 3. ഓക്കെ, അപ്പോൾ ഇവിടെ ആകുമ്പോൾ 2 × 2 4 വരും. അതാണ് ആ ചേഞ്ച് വന്നിരിക്കുന്നത് കേട്ടോ. ആൻഡ് എന്ത് വരും നമുക്ക്? 5/2 വീണ്ടും ഡിവൈഡഡ് ബൈ 2. ഡിവൈഡഡ് ബൈ 2 കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഡിവൈഡഡ് ബൈ 2 എന്ന് നിങ്ങൾ ഇട്ടോ കേട്ടോ, ഫ്രാക്ഷൻ്റെ ഡിവിഷൻ. ഇവിടെ 7/2 വീണ്ടും ഡിവൈഡഡ് ബൈ 2. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ്, 2 ഫ്രാക്ഷൻ വന്നുകൊണ്ട് കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ് ഞാൻ ഈ വലിയ ഫ്രാക്ഷനെ ഡിവിഷൻ ആയിട്ട് എഴുതി കേട്ടോ. എന്തായാലും ഡിവിഷൻ സൈൻ ഇട്ടാലും ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതിയാലും സെയിം ആണ്. എന്താണ് ഇനി നമ്മുടെ ഫ്രാക്ഷൻ്റെ ഡിവിഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഡിവിഷൻ ഒരിക്കലും നമ്മൾ ഡിവിഷൻ ആയിട്ട് ചെയ്യില്ല. ഡിവൈഡഡ് ബൈ 2 മീൻസ് 2/1 ആണ് കേട്ടോ. ഡിവിഷൻ വിൽ ബി ചേഞ്ച്ഡ് ഇൻടു മൾട്ടിപ്ലിക്കേഷൻ. എല്ലാവർക്കും ഓർമ്മയുണ്ടോ അത്? ഡിവിഷൻ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആക്കി മാറ്റും. ആൻഡ് വാട്ട് വിൽ ബി ദ ചേഞ്ച് ദെയർ? സെക്കൻഡ് ഫ്രാക്ഷൻ വിൽ ചേഞ്ച് ഇറ്റ് ഇൻടു ഇറ്റ്സ് റെസിപ്രോക്കൽ. അപ്പോൾ എന്താകും? 2/1 ഡിവൈഡഡ് ബൈ 2 എന്നുള്ളത് 2/1 ആണ്, അതെന്താകും? 1/2 ആകും കേട്ടോ. ഇവിടെയും എന്താണ്? 7/2. Division will become multiplication and this one will become 1/2 equals, ഇനി 5 × 1 5 ആണ്, by 2 × 2 4 ആണ്, equals ഇവിടെ ആണെന്നുണ്ടെങ്കിൽ 7 × 1 7 divided by 2 × 2 4 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കുള്ള നമ്പർ കിട്ടിയതാണ് 1 കഴിഞ്ഞിട്ട് 5/4 ഉണ്ട്, 3/2 ഉണ്ട്, ഇനി 7/4 ഉണ്ട്, 2 ഉണ്ട്. ഓക്കെ, ഇത് ഡിവൈഡ് ചെയ്ത് ഡെസിമൽ ആക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് 1 1.25 1.5 1.75 and 2 അങ്ങനെയാണ് കേട്ടോ. ഇപ്പം 3 എണ്ണം നിങ്ങൾക്ക് കിട്ടി. ഇനി ഇതിൽ ഏതെങ്കിലും 2 എണ്ണം എടുത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ദിസ് ഇസ് വൺ മെത്തേഡ്, പക്ഷേ നോട്ട് യൂഷ്വലി യൂസ്ഡ് എന്ന് നമുക്ക് പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ നെക്സ്റ്റ് മെത്തേഡിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് 1നെ നമ്മൾ ഫ്രാക്ഷൻ ആക്കി എഴുതുകയാണ്, 2നെയും ഫ്രാക്ഷൻ ആക്കി എഴുതുകയാണ് കേട്ടോ. ആൻഡ് നമുക്ക് എത്ര നമ്പർ വേണം? ഓക്കെ, ഈ നെക്സ്റ്റ് മെത്തേഡിൽ തന്നെ ആദ്യത്തെ ഒരു രീതി എന്ന് നമുക്ക് പറയാം. എത്ര എണ്ണം വേണം എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. 5 റാഷണൽ നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ. 5 റാഷണൽ നമ്പർ എന്ന് പറയുമ്പോൾ 5ൻ്റെ നെക്സ്റ്റ് നമ്പർ അത് എത്രയാണ്? 6 ആണ്, 6 ആണ്. സോ വി മൾട്ടിപ്ലൈ വിത്ത് 6. അപ്പോൾ 6 എന്ന ഡിനോമിനേറ്ററിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. മീൻസ് ഇപ്പോൾ ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണെങ്കിലും 6 കൊണ്ട് മൾട്ടിപ്ലൈ ആവും. നമുക്ക് എത്ര നമ്പർ പറയുന്നോ അതിൻ്റെ നെക്സ്റ്റ് നമ്പർ കൊണ്ട് നമ്മുടെ ഹോൾ ഫ്രാക്ഷനെ മൾട്ടിപ്ലൈ ആവും. ഓക്കെ, ആൻഡ് 6/6 12/6. നമ്മുടെ വാല്യൂ മാറിയിട്ടുണ്ടോ? നമ്പർ മാറിയിട്ടുണ്ട്, പക്ഷെ വാല്യൂ മാറിയിട്ടുണ്ടോ? വാല്യൂ മാറിയിട്ടില്ല. കാരണം 6/6 ഇപ്പോഴും 1ഉം 12/6 ഇപ്പോഴും 2ഉം ആണ് അല്ലേ. അപ്പോൾ ബാക്കി നമുക്ക് ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഉള്ള നമ്പേഴ്സ് ഫില്ല് ചെയ്യാം. സെവൻ ബൈ 6ഉം 12ഉം ആയിരുന്നു. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഉള്ളത് 7 8 9 10 11 കണ്ടോ. 7/6 8/6 9/6 10/6 and 11/6. ഓക്കെ, അപ്പോൾ എത്ര എണ്ണമുണ്ട്? 1 2 3 4 5 കണ്ടോ, 5 എണ്ണം ഓൾറെഡി കിട്ടി. ഇപ്പോൾ നമുക്ക് ഏത് നമ്പർ മിനിമം 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നില്ല. 5 നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം അതിൻ്റെ നെക്സ്റ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നില്ല. അതിൽ വലിയ ഏത് നമ്പർ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, മിനിമം 6 ആണ് പറയുന്നത്. 5 നമ്പേഴ്സ് ആണ് വേണ്ടതെങ്കിൽ മിനിമം 6 അതിൻ്റെ നെക്സ്റ്റ് നമ്പർ എന്നാണ് പറയുന്നത്. യു ക്യാൻ യൂസ് എനി നമ്പർ. യൂഷ്വലി ടീച്ചേഴ്സ് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പല പല നമ്പേഴ്സ് വരുമ്പോഴേക്കും കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കോമൺ ആയിട്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്താണ്, ആവശ്യത്തിന് നമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് കിട്ടും. നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടതിൽ കൂടുതൽ നമ്പേഴ്സ് ഇതിൻ്റെ ഇടയ്ക്ക് കിട്ടും. നമ്മൾ എടുത്തെഴുതിയാൽ മതി എന്നൊരു അവസ്ഥയാണ്. അപ്പോൾ അതിൽ കൂടുതൽ നമ്പേഴ്സ് ഒത്തിരി 10 എണ്ണത്തിൽ കൂടുതൽ ചോദിക്കാത്തത് കൊണ്ട് കോമൺ ആയിട്ട് ഒരു രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരെണ്ണത്തിന് 7 നമ്പേഴ്സ് ചോദിച്ചാൽ ചിലപ്പോൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ചിലർക്ക് അത് മറന്നു പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് കോമൺ ആയിട്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ടീച്ചേഴ്സ് കണ്ടുപിടിക്കാറുണ്ട് കേട്ടോ. 10/10 20/10
അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള എല്ലാ നമ്പേഴ്സും എഴുതാം. 11/10, 12/10, 13/10. ഇതെല്ലാം നമ്മുടെ ഈ റാഷണൽ നമ്പേഴ്സിൻ്റെ ഇടയ്ക്കുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്കുള്ള റാഷണൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, 1 and 2ൻ്റെ ഇടയ്ക്കുള്ള റാഷണൽ നമ്പേഴ്സ് ആണ്. സോ ഈ ഒരു ടൈപ്പ് തന്നെ നമുക്ക് 2 കാര്യമാണ് ടീച്ചേഴ്സ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഒരു പോയിന്റ് ആണ്, there are infinitely many rational numbers between any two given rational numbers. നമ്മളിപ്പോൾ തന്നെ കണ്ടു അല്ലേ, നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ മിഡിലിൽ നമുക്ക് 5 എണ്ണം കിട്ടും അല്ലേ. ഇനി 10 കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ കിട്ടും നമ്മൾ പറഞ്ഞു. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത്രയും എണ്ണം കിട്ടും. സോ ഏത് 2 റാഷണൽ നമ്പേഴ്സ് നമുക്ക് എടുത്താലും അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എത്ര റാഷണൽ നമ്പേഴ്സ് വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഇൻഫിനിറ്റ്ലി മെനി റാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം നമ്മുടെ നെക്സ്റ്റ് ഇയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറായല്ലേ. ഇനിയിപ്പോൾ ജൂണിലൊക്കെ എല്ലാവർക്കും ക്ലാസ് ഒക്കെ തുടങ്ങും. നമ്മുടെ ട്യൂഷൻ്റെ അഡ്മിഷൻസ് ഒക്കെ ഓപ്പൺ ആണ് കേട്ടോ. നമുക്ക് LKG തൊട്ട് 12th വരെയുള്ള CBSE അതുപോലെ തന്നെ സ്റ്റേറ്റ് സിലബസ് കുട്ടികൾക്കും വേണ്ടിയിട്ട് നമുക്ക് ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് CC+. അപ്പോൾ എല്ലാവരും വേഗം തന്നെ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്